السلام عليك أيها النبي ورحمة الله وبركاته. 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 إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. غفرانك ربنا وإليك المصير. غفرانك ربنا وإليك المصير. غفرانك ربنا وإليك المصير. دعواهم فيها سبحانك اللهم وتحيتهم فيها السلام وآخر دعواهم والحمد لله رب العالمين. آمين آمين. تقبل الله കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല മോദിയ പരിശുദ്ധ ഖുർആൻ ദിക്റു സ്വലാത്ത് തസ്ബീഹാത്തുകളൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ചാരിറ്റി വില്ലേജിലെ സാധുക്കളായി ഇവിടുത്തെ മക്കളോടൊപ്പമുള്ള ഈ ദുആഇന്റെ മജ്ലിസിൽ പ്രതീക്ഷയോടെ വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും ഹലാലായ എല്ലാ മുറാദുകളെയും അല്ലാഹു സഫലമാക്കട്ടെ. ആഗ്രഹങ്ങൾ അഭിലാഷങ്ങളെല്ലാം അല്ലാഹു നിറവേറ്റി തരട്ടെ. എല്ലാവിധ ഖൈറാത്തുകളും നിഅമാത്തുകളും ജീവിതത്തിന്റെ നാനാ തുറകളിലും എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷ്യ അൽഹംദുലില്ലാഹ് ഇന്നത്തെ ദിവസം പ്രത്യേക ദുആ വസിയത്ത് ചെയ്ത് വന്നിട്ടുള്ളത് നല്ലൊരു മാതൃകയായ ഒരു കുടുംബമാണ്. പ്രത്യേകിച്ച് ഒരുപാട് കാലങ്ങളായി നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ സഹകാരിയായിട്ടുള്ള കൊല്ലം നജീബ് സാഹിബ് അദ്ദേഹം പ്രവാസിയാണ്. ഇൻഷാ അല്ലാഹ് 1-ാം തീയതി അദ്ദേഹത്തിന്റെ മകളുടെ നിക്കാഹ് നടക്കുകയാണ്. ആ നിക്കാഹിന് മുമ്പായി ഇതുപോലുള്ള സാധുക്കളായ മക്കൾക്ക് കൂടി ഒരു ദിവസത്തെ ചെലവ് നൽകിക്കൊണ്ട് അവരുടെ വിവാഹം റാഹത്തായി കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന നവവധു ആമിന നജീബും ആ സഹോദരിയെ വിവാഹ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുന്ന ഷെഹിൻ ഷിബു രണ്ടുപേരും അവരുടെ കുടുംബവും മാതാപിതാക്കളും എല്ലാവരുമാണ് എത്തിച്ചേർന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇവരിരുവരെയും കുടുംബത്തിനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ സന്തോഷങ്ങളും സംതൃപ്തിയും നിറഞ്ഞ ദാമ്പത്യ ജീവിതത്തിന് ഇതൊരു കാരണമാക്കുമാറാകട്ടെ. മാതൃകാപരമായ ജീവിതം നയിക്കാൻ അല്ലാഹുവർക്ക് അവസരം നൽകട്ടെ. സ്വാലിഹീങ്ങളായ സന്താന പരമ്പരകളെ കൊണ്ട് അവരുടെ ജീവിതത്തിന് അല്ലാഹു ധന്യമാക്കട്ടെ. എല്ലാവിധ ഖൈറാത്തുകളും നിഅമാത്തുകളും അല്ലാഹുവിന്റെ ജീവിതത്തിലൂടെ നീളം നൽകട്ടെ. ഇരു കുടുംബങ്ങളും ആഗ്രഹിക്കുന്നത് പോലെ സംതൃപ്തവും സമാധാനപൂർണവും സന്തോഷദായകവുമായ ഒരു ജീവിതം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ സമൂഹത്തിൽ പല തരത്തിലുള്ള ആഭാസ തരങ്ങളും അനാവശ്യങ്ങളും ആഡംബരങ്ങളും ഒക്കെ ഉള്ളപ്പോ അതിലൊന്നും പെടാതെ പടച്ചവൻ വിരോധിച്ച പടച്ചവന്റെ കോപമുണ്ടാകുന്ന റസൂലുള്ളാഹി തടഞ്ഞ ഒരു തരത്തിലുള്ള തിന്മകളും ഇല്ലാതെ പൂർണ്ണമായി പരിശുദ്ധ ദീനിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടുള്ള ഒരു വിവാഹ ജീവിതം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആ രൂപത്തിലുള്ള വിവാഹ സംഗമം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ സന്തോഷങ്ങളും അല്ലാഹു നൽകട്ടെ. ഈ സന്തോഷങ്ങളിൽ ഒന്നും പങ്കുചേരാൻ കഴിയാതെ മുമ്പേ പടച്ചവനിലേക്ക് യാത്രയായ കുടുംബാദികൾ ആരെല്ലാം ഉണ്ടോ അവരുടെ എല്ലാവരുടെയും കബറിടങ്ങളെ അല്ലാഹു സ്വർഗീയ ആരാമങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലികാൽ അല്ലാഹു അവരെയും നമ്മയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മളോട് ദുആ വസിയത്ത് ചെയ്തിട്ടുള്ള പാലക്കാട് ജില്ലയിൽ നിന്ന് നിലവിൽ സൗദി അറേബ്യയിൽ കഴിയുന്ന സഹോദരൻ നൗഷാദ്, അദ്ദേഹത്തിന്റെ പിതാവ് വല്ലാതെ രോഗബാധിതനായിരുന്നു, വിഷമത്തിലായിരുന്നു. ആ സമയത്ത് ഒരു നേർച്ചയായി
ഈ സ്ഥാപനത്തിലേക്ക് പ്രത്യേകം കരുതിയ ആ നേർച്ചയുടെ ബറക്കത്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ സഫലമാക്കി ലോകത്തിൽ നിന്നും രക്ഷ പ്രാപിച്ചു ആരോഗ്യത്തോടെ അല്ലാഹു റബ്ബുൽ ആലമീൻ ആ പിതാവിനെ ആഫിയത്തോടെ ബാക്കിയാക്കട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ കുടുംബത്തിന്റെ നിയ്യത്തിനെ ഖബൂൽ ചെയ്യട്ടെ. ആ സഹോദരൻ മനസ്സിൽ കരുതിയ മുറാദുകളെ മുഴുവനും അല്ലാഹു സഫലമാക്കുമാറാകട്ടെ. അതുപോലെ പേരൂർക്കട എൻ വി നഗറിൽ ഷംസുൽ ഹുദ സാഹിബിന്റെ മകൾ പേരൂർക്കട നിഷാ സംസൂന് പുതിയൊരു ജോലി ലഭിച്ചു. അൽഹംദുലില്ലാഹ്. ആ ജോലിയിൽ അല്ലാഹു പുരോഗതിയും ഉയർച്ചയും ബറക്കത്തും ഒക്കെ കൊടുക്കുമാറാകട്ടെ. അതുപോലെ ആ സഹോദരിയുടെ ഭർത്താവ് അൻവർ, അവരുടെ മകൾ സാറാ മറിയം, രണ്ടുപേർക്കും അല്ലാഹു ആയുരാരോഗ്യവും ആഫിയത്ത് നൽകട്ടെ. കുടുംബത്തിന് അല്ലാഹു ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിന്റെ സഹകാരികളായ സുഹൃത്തുക്കളുടെ ദുബൈയിലെ പുതിയ സ്കൂൾ സംരംഭം അല്ലാഹു അതിനെ എത്രയും വേഗം പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം വിജയത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. ഇൻഡോർ ഇന്ത്യ സ്കൂളിന്റെ പ്രവർത്തകര്, അതിൻ്റെ സംരംഭകർ, അവരുടെ എല്ലാവരുടെയും പരിശ്രമങ്ങളെ അല്ലാഹു വിജയിപ്പിക്കട്ടെ. ഒരുപാട് സമൂഹത്തിന് ഉപകാരപ്രദമായ സേവനങ്ങൾ ചെയ്യാൻ അല്ലാഹു അവർക്ക് അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ക്യാൻസർ രോഗബാധിതരായി വിഷമകരമായി RCCയുടെ ചികിത്സയിൽ കഴിയുന്ന 22 വയസ്സ് മാത്രം പ്രായമുള്ള കരുനാഗപ്പള്ളി സ്വദേശിയായ ഒരു ചെറുപ്പക്കാരനും കുടുംബവും വളരെ വിഷമത്തിലാണ്. അല്ലാഹു അവർക്ക് സമാധാനം കൊടുക്കട്ടെ, കൊടുക്കുമാറാകട്ടെ. അതുപോലെ കരുനാഗപ്പള്ളി സക്കരിയ സാഹിബിന്റെ മരുമകൻ 35 വയസ്സുള്ള ചെറുപ്പക്കാരനും അതേപോലെ രോഗബാധിതനാണ്. അല്ലാഹു അവർക്ക് ശിഫ കൊടുക്കട്ടെ, സമാധാനം കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ നാട്ടുകാരനും വെഞ്ഞാറമൂട് ജമാഅത്തിന്റെ സെക്രട്ടറിയുമായിരുന്ന സലീം സാഹിബ് അല്ലാഹുവിലേക്ക് യാത്രയായി. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയും ഞെരുക്കത്തിലൂടെയും കടന്നു പോകുന്ന ഈ അനാഥകളുടെ ഈ സ്ഥാപനത്തിനെ വിവിധങ്ങളായ രൂപത്തിൽ സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, മാസവരിയായി, ഭക്ഷ്യോൽപ്പന്നങ്ങളായി, മറ്റു ചെലവുകളായി, ഇതെല്ലാ രൂപത്തിൽ സഹായിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. അതുപോലെ കാലങ്ങളോളം പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിൽ ജാരിയായ സദഖകൾ ഉപകരണങ്ങളായി, മറ്റ് നിർമ്മാണ സഹായങ്ങളായി, പ്രത്യേകിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ സഹായിച്ച അവർക്കെല്ലാം ആ ഉൽപ്പന്നങ്ങളും തന്ന ഉപകരണങ്ങളും ഒക്കെ നിലനിൽക്കുവോളം കാലം, അതിന്റെ പ്രവർത്തനം നടക്കുവോളം കാലം, അതിന്റെ പ്രതിഫലം അവർ നിയ്യത്ത് ചെയ്ത കാര്യങ്ങളിലൊക്കെ അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ എന്തെല്ലാം നിയ്യത്തുകൾ ആരെല്ലാം ചെയ്തു ഇവരെല്ലാ ഹലാലായ മുറാദുകളെയും അല്ലാഹു സഫലമാക്കി കൊടുക്കട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات والعقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وموردنا حرمه المورود واحشرنا غدا في زمرته تحت ظل لوائه المعقود
ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم بارك لنا في كل أمورنا خصوصا فيما أعطيتنا وبارك لنا فيما تعطينا وارزقنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة اللهم سلمنا وسلم أهلنا وسلم كل من تعلقوا بنا من كل آفات الدارين وارزقنا وإياهم من سعادات الدارين اللهم بارك لنا في كل أمورنا خصوصا في نكاح ستنعقد بيننا يا رب العالمين اللهم بارك لنا وبارك لهم في عيشنا وفي عيشهم وفي معيشتهم وفي زراعتهم وفي تجاراتهم وفي معاملاتهم وفي معاشراتهم وفي سائر أمورهم يا رب العالمين بركة ورحمة وسلامة وبركة ونعمة من لدنك يا رحيم المساكين الرحم الرحيم يا الله കരുണക്കടലായ റബ്ബേ ദയാലുവായ നാഥ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ് കാരുണ്യവാനായ റബ്ബേ ഞങ്ങളെ ഒരുമിച്ച് കൂടി ഈ കൂട്ടത്തിന് നീ കബൂലാക്കണേ അല്ലാഹ് സാധുക്കളായ തിരിച്ചറിവ് പോലും ഇല്ലാതെ വേണ്ടതുപോലെ നാലാളുകളെ പോലെ ജീവിക്കാനുള്ള അവസരം നീ കൊടുത്തിട്ടില്ലാത്ത ദുനിയാവിലും പ്രത്യേകമായ നിന്റെ ലക്ഷ്യത്തോടെ പടക്കപ്പെട്ട് ജീവിതം തള്ളി നീക്കി കഴിഞ്ഞു പോകുന്ന സമൂഹത്തിലെ ഏറ്റവും വലിയ അനാഥത്വം അനുഭവിക്കുന്ന ഈ സാധുക്കളായ മക്കളോടൊപ്പം ഈ ദുആഇനെ നീ കബൂലാക്കണേ അല്ലാഹ് പടച്ചവനെ റഹ്മാനായ റബ്ബേ അല്ലാഹുവേ അവരോടൊപ്പമുള്ള ഈ ദുആഇന്റെ മജ്‌ലിസിൽ പ്രതീക്ഷയോടെ ഓരോ ദിവസവും വസിയത്ത് ചെയ്യുന്നവർ അവരെ മുഴുവനും നീ കബൂൽ ചെയ്യണേ അല്ലാഹുവേ ഇവരോടൊപ്പമുള്ള ഈ ദുആഇന്റെ മജ്‌ലിസിൽ പ്രതീക്ഷയോടെ ദുആ വസിയത്ത് ചെയ്ത് വന്നവർ കഴിഞ്ഞുകൂടിയവർ കഴിയുന്നവർ ലോകത്തിന്റെ എവിടെയെല്ലാം നിന്നുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അവരെയൊക്കെ നീ അനുഗ്രഹിക്കണം അല്ലാഹ് പടച്ചവനെ ഒരുപാട് നിരാശരായ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചവർക്ക് പോലും അത്ഭുതകരമായ ജാപത്തിന്റെ അനുഭവം നീ ഇതിലൂടെ കൊടുത്തവനാണല്ലോ റബ്ബേ അല്ലാഹുവേ ഇന്നത്തെ ദിവസം പ്രത്യേക ദുആ വസിയത്തുമായി വന്ന കുടുംബത്തിനെ നീ അനുഗ്രഹിക്കണം നാഥാ പടച്ചവനെ ഒരുപാട് നാളുകളായി സ്ഥാപനത്തിന്റെ സഹകാരിയാണ് റബ്ബേ സഹോദരൻ നജീബ് സാഹിബിനെയും കുടുംബത്തിനെയും നീ കബൂലാക്കണേ അല്ലാഹ് അല്ലാഹുവേ റഹ്മാനായ റബ്ബേ സാധുക്കളെ ഒരുപാട് സഹായിച്ചവരാണ് റബ്ബേ അല്ലാഹുവേ ഏറ്റവും അവസരായവർക്ക് വേണ്ട കഴിയുന്ന സഹായങ്ങൾ ചെയ്തവരാണ് അല്ലാഹ് പടച്ചവനെ അവരുടെ മകളുടെ വിവാഹ ജീവിതത്തിലേക്ക് എത്തുമ്പോ പടച്ചവനെ ഇന്ന് സമൂഹത്തിൽ പല തരത്തിലുള്ള ആഡംബരങ്ങളും നടപടികളും ആർഭാടങ്ങളും ഉള്ളപ്പോ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മാതൃകാപരമായി ഈ അനാഥകൾക്ക് വേണ്ടി ഒരു ദിവസത്തെ ചെലവ് നൽകിക്കൊണ്ട് ഇവിടെ വന്നു ചേർന്ന ആ കുടുംബത്തിന് നീ അറിയുമല്ലോ റബ്ബേ അവരാഗ്രഹിക്കും പോലെയുള്ള ഒരു റാഹത്തായ കുടുംബ ജീവിതത്തിന്റെ വഴി നീ തുറന്നു കൊടുക്കണം അല്ലാഹ് പടച്ചവനെ അവരുടെ ജീവിതത്തിന് നീ ബറക്കത്തിലാക്കി കൊടുക്കണം അല്ലാഹ് പടച്ചവനെ നവവധുവും വരനും രണ്ടുപേരുടെ കുടുംബങ്ങളും ഇവിടെ എത്തി പടച്ചവനെ അവരുടെ നീയത്തിനെ നീ കബൂൽ ചെയ്യണം അല്ലാഹ് നീ അനുഗ്രഹിക്കണേ അല്ലാഹ് നീ നല്ല തൗഫീഖ് നൽകണം അല്ലാഹ് സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആരോഗ്യമുള്ളവരും ആരോഗ്യവതികളുമായ സന്താനങ്ങളെ കൊണ്ടവരെ ജീവിതം നീ ധന്യമാക്കണം അല്ലാഹ് നിന്റെ പരിപാവനമായ വിശുദ്ധതയെ പഠിപ്പിച്ചതുപോലെ മാതൃകാ വനിതയായ ഒരു മധുവായി ജീവിതം നയിക്കുവാൻ നല്ലൊരു ഭാര്യയായി ജീവിതം നയിക്കാൻ ആ സഹോദരിക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ് പടച്ചവനെ പ്രവേശിക്കുന്ന ചെന്ന് കയറുന്ന വീടിന്റെ എല്ലാ അവസ്ഥാന്തരീക്ഷങ്ങളും മനസ്സിലാക്കി പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ് പടച്ചവനെ തന്നെ കെടുക്കുന്ന ഭർത്താവിന്റെ മാതാപിതാക്കളോട് സ്വന്തം മാതാപിതാക്കളോടുള്ള സ്നേഹത്തോടെ ഇടപെടാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ് പടച്ചവനെ ആ സഹോദരി ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന സഹോദരൻ ശിബിനെ നീ കബൂൽ ചെയ്യണം അല്ലാഹ് അല്ലാഹു സഹോദരന്റെ ജീവിതത്തിലും തൊഴിലും ബറക്കത്ത് ചെയ്യണം നാഥാ
ആരോഗ്യത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ. രണ്ട് കുടുംബങ്ങളും എന്തെല്ലാം ഹലാലായ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, മുറാദുകൾ ഇതുമായി ബന്ധപ്പെട്ട് കരുതുന്നു ഒക്കെ നീ സഫലമാക്കി കൊടുക്കണം അല്ലാ. എല്ലാ തരത്തിലുള്ള അസൂയകളും ആപത്തുകളും തൊട്ട് ഇരു കുടുംബങ്ങളെയും നീ കാക്കണം റഹ്മാനെ. പടച്ചവനെ, ഈ കുടുംബത്തിന്റെ രണ്ട് കുടുംബത്തിലും ഈ സന്തോഷങ്ങളിൽ പങ്കാളിയാകാൻ കഴിയുന്നതിന് മുമ്പേ നിന്നിലേക്ക് നീ വിളിച്ച കബറാളികളായി മരണപ്പെട്ട് നിന്നിലേക്ക് എത്തിയ കബറാളികളെ നീ സ്വീകരിക്കണം റബ്ബേ. അവരെവിടെയെല്ലാം ഏതെല്ലാം പള്ളിപ്പറമ്പുകളിൽ വിശ്രമം കൊള്ളുന്നു, ഏതെല്ലാം ഖബർസ്ഥാനുകളിൽ ലോകത്തിന്റെ ഏത് കോണിലാണുള്ളതെങ്കിലും ആ ഖബറുകളെ നീ പ്രകാശപൂരിതമാക്കണേ അല്ലാ. സ്വർഗീയ ആരാമങ്ങളിൽ പെടുത്തണേ അല്ലാ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ പെടുത്തണേ അല്ലാ. ഈ ദുആ ഇന്ന് നീ സ്വീകരിക്കണം റഹ്മാനെ. പഠിച്ചവനെ, ഇന്നേ വരെ വിവിധങ്ങളായ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പലരും ഉണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ എല്ലാ ഖൈറുകളും നൽകണേ റബ്ബേ. മനസ്സിൽ കരുതിയ മുറാദുകളെ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. ആശങ്കകളെല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ലാ. രോഗികളുടെ രോഗത്തിന് ശമനം നൽകണം അല്ലാ. ശിഫ നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ഈ ദുആ നീ ഖബൂലാക്കണേ അല്ലാ. اللهم ربنا لا تردن أيدينا خائبين بسبب ذنوبنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. بحقه صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صل على محمد.